ജോനതൻ പിതാവായി കാണാൻ വേണ്ടിയാ അമ്മച്ചി ഇത്ര ഇങ്ങനെ ഇരിക്കുന്നേ. നമ്മളെ നിയുക്ത കർദിനാൾ മാർ ജോർജ് ജേക്കബ് പൂവക്കാട് പിതാവിൻ്റെ വളർത്തപ്പെട്ട ഭവനത്തിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. പ്രിയപ്പെട്ട അമ്മച്ചി ശോശാമ്മ ആൻ്റണി, അച്ചായന് ആൻ്റണി എന്ന മാമോദിസ പേരുള്ള അന്തോണിച്ചൻ, ഇവരെ രണ്ടുപേരും സഹോദരങ്ങളും പ്രിയപ്പെട്ട പൂവക്കാട്ട് അച്ഛൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും ഒക്കെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ശിക്ഷണത്തിൽ അങ്ങേയറ്റം താല്പര്യമെടുക്കുകയും വളർത്തുകയും ചെയ്തവരാണ്. അഭിമന്യ പിതാവിൻ്റെ മെത്രാഭിഷേകം 2024 നവംബർ 24 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. അന്ന് അതിൽ സംബന്ധിക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചി പോകുന്നുണ്ട്. അമ്മച്ചിയുടെ അനുഗ്രഹം അവിടെ വെച്ച് സ്വീകരിക്കണമെന്ന് അഭിമന്യ പിതാവിന് വലിയ നിർബന്ധമാണ്. അതുകൊണ്ട് അമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അമ്മയെ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അമ്മച്ചി പോകുന്നില്ലേ? പോകുന്നുണ്ട്. മെത്രാഭിഷേക ചടങ്ങുകളിൽ സംബന്ധിക്കും അമ്മ അല്ലേ? അത് കഴിഞ്ഞ് അമ്മച്ചി പോരും, തിരിച്ചു പോരും. ജോനതൻ പിതാവായി കാണാൻ വേണ്ടിയാ അമ്മച്ചി ഇത്ര ഇങ്ങനെ ഇരിക്കുന്നേ. സന്തോഷമാണ്. ഒരു മെത്രാനായിട്ട് കാണാൻ വെക്കുമെന്ന് എപ്പോഴും വിചാരിക്കുമായിരുന്നു. അതല്ല, അത് അതിൽ കൂടുതലാണ് തന്നിരിക്കുന്നത്. ഇനി ഒന്നും തരാനില്ല. കാരണം ഇവിടെ മാർപ്പാപ്പ തന്നെ പറഞ്ഞു, വല്യമ്മ വളർത്തുന്നതിൻ്റെ ഗുണം അറിയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവരെങ്ങാണ്ട് പോയിരിക്കായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ, വിളിച്ചതാ. മംഗോളിയ എന്നാണ് വിളിച്ചത്. അവിടുത്തെ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് അവിടെ ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്കും മാർപ്പാപ്പ വിളിച്ചതാണ്. അമ്മച്ചിയോട് വളരെ സന്തോഷപൂർവ്വമാണ് സംസാരിച്ചത് പാപ്പ. അമ്മച്ചിയും പറഞ്ഞു പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പ പറഞ്ഞു അത് വേണം, തീർച്ചയായിട്ടും വേണമെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ പ്രാർത്ഥന അല്ലേ, വളരെ സന്തോഷത്തോടുകൂടി ആ വിളി അമ്മച്ചി കേട്ടു. പാപ്പയുടെ ആശീർവാദവും മേടിച്ചു അല്ലേ. ഇതോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ സിബിച്ചനാണ് ഇവിടുത്തെ കുടുംബത്തിലെ താമസിക്കുന്നത്. സിബിച്ചനും ജെയിനയും 2 മക്കളും. അമ്മച്ചിയുടെ കാര്യം മുഴുവൻ നോക്കുന്നത് വർഷങ്ങളായിട്ട് അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നത് പ്രിയപ്പെട്ട സിബിച്ചനാണ്. ഇവിടെ വളർന്നു വന്നതായതുകൊണ്ട് അമ്മച്ചിയും അച്ചായനും വളരെ കാര്യമായ ഇടപെടലുകൾ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അത് എല്ലാ ദിവസവുമുള്ള മുടങ്ങാത്ത കുടുംബ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ബലി അർപ്പണത്തിലൂടെയും ദൈവവചനത്തിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലുമൊക്കെ സംശീകരിക്കാനായിട്ട് പൂവക്കാട് പിതാവിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇന്ന് ഈ പദവിയിലേക്ക് ഉയരുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അമ്മച്ചിയുടെയും അച്ചായൻ്റെയും മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഉള്ള പ്രാർത്ഥന അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഈ മകനത്തിന് ശരിയായി തന്നെ നല്ല മാതൃകയിൽ ജീവിച്ചു വിളക്കേകട്ടെ. അങ്ങനെ അമ്മച്ചിയുടെ ഇടപെടലിലൂടെയും അച്ചായൻ്റെയും മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയൊക്കെ ഇടപെടൽ നന്നായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ജിമോനച്ചനെ ഞങ്ങൾ വിളിക്കുന്ന. വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്ന വളരെ ഭക്തിയിലായിരുന്നു. അതെ, ഇവിടെ ഇടവകയിലെ വിശുദ്ധ കുർബാനയിലുള്ള ഭാഗവതം, സൺഡേ സ്കൂൾ ടീച്ചർ എന്ന നിലയിൽ യുവദീപ്തിയിലെ പ്രവർത്തനങ്ങളെ
SB കോളേജിലെ പ്രവർത്തനങ്ങൾ, പിന്നെ ഇവിടെ ഹൈസ്കൂളിൽ പഠിച്ചത് ക്രിസ്ത്യോദി സ്കൂളിലാണ്, അവിടുത്തെയുള്ള ഇടപെടലുകൾ ഒക്കെ. അതുപോലെ ഇവിടുത്തെ അമ്മയെ എല്ലാ കാര്യത്തിലും സഹായിച്ചിരുന്ന ആളായിരുന്നു ലിജിമോൻ അച്ഛൻ. പശുവിനെ വളർത്തുന്ന കാര്യത്തിലായാലും, കോഴിയെ വളർത്തുന്ന കാര്യത്തിലായാലും, പാല് കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിലായാലും, ഇവിടുത്തെ പറമ്പിലെ കാര്യങ്ങളിലായാലും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടും മടുപ്പും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അത് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ ഇവിടെ നാനാജാതി മതസ്ഥരായ ആൾക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങൾ വളരെ സ്നേഹപൂർവ്വമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ആൾക്കാരെ അദ്ദേഹത്തിനാണ് ഇവിടെ ഈ പ്രദേശത്ത് അറിയാവുന്ന, വടക്കേക്കര പ്രദേശത്ത്. അത്രമാത്രം ബന്ധങ്ങളെ ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു അത്ഭുതകരമായ കാര്യമാണ്. വടക്കേക്കര ഇടവകയും അതുപോലെ മാമൂട് ഇടവകയും പഠിച്ച സ്കൂളുകളും, പ്രത്യേകിച്ച് ക്രിസ്ത്യോദി സ്കൂളും ചങ്ങനാശ്ശേരി SB കോളേജും ഒക്കെ അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഇടവകകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. ഞങ്ങളെ അവസരത്തിൽ ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരിശീലനം നൽകിയ ഈ സ്ഥലങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. അവിടെയുള്ള എല്ലാ പ്രിയബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരും സിസ്റ്റേഴ്സും അവിടെയുള്ള ഇടവക അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരോടെല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം, കടപ്പാട് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും അവരുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഞങ്ങൾക്കുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും നന്നായിട്ട് സമഞ്ജസമായി സമ്മേളിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ കഴിവുകളും ശരിയായ രീതിയിൽ വളർത്താനായിട്ട് അദ്ദേഹം നന്നായിട്ട് പരിശ്രമവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ദൈവം കൊടുത്ത സമ്മാനമാണ് ഈ പദവി എന്ന് ഞങ്ങൾ ദൃഢമായിട്ടും വിശ്വസിക്കുന്നു. ഇത് മനുഷ്യൻ്റെ പ്രയത്നമോ പരിശ്രമമോ അല്ല, ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കുടുംബാംഗങ്ങളായ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. അദ്ദേഹം പ്രത്യേകിച്ചും പാവപ്പെട്ട മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുണയും കരുതലും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് വൈദികനായപ്പോഴും വിവിധ രാജ്യങ്ങളിലെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും ഒക്കെ അത് വളരെ ശക്തമായിട്ട് പ്രകടമാക്കിയിട്ടുമുണ്ട്. അത് തുടർന്നും അദ്ദേഹം പ്രകടമാക്കും എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെത്രാഭിഷേക ചടങ്ങുകളുമൊക്കെ വളരെ സിമ്പിളായിരിക്കണമെന്നും പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. ചടങ്ങുകളിലേക്ക് അദ്ദേഹം ആൾക്കാരെ എല്ലാം വിളിച്ചിരിക്കുമ്പോഴും അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു എഴുത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കുക, ആൾക്കാർ വന്ന് പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് തുടർന്നും ഉണ്ടാകും എന്ന് ഞങ്ങൾ ദൃഢമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന നേരുകയാണ്.